ഹലോ എവ്രിവൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. അപ്പൊ ഇന്ന് നമ്മളുള്ളത് ആലുവ പറവൂർ കവലയിലുള്ള ഓസ്കാർ കാസിലാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമല്ലാതെ നമുക്ക് ഇവിടെ താഴെയായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വണ്ടികൾ കിടക്കുന്നുണ്ടെന്നാൽ കുറച്ച് ചെറുവണ്ടികളൊക്കെ നമുക്ക് ഇവിടെ താഴെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഇവിടെ കിടക്കുന്ന ചെറുവണ്ടികളൊക്കെയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്ന നമ്മുടെ മനസാദിക്ക നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഈ കാണുന്ന ഹ്യുണ്ടായുടെ ക്രെറ്റയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2021 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ DCT 7 സ്പീഡ് ആണ്. ടർബോ പെട്രോൾ എഞ്ചിൻ ടോപ്പ് വേരിയന്റ് ആണ്. പുതിയ വണ്ടി ഒരു 24 ലക്ഷം രൂപ അടുത്ത് ഓൺ റോഡ് പ്രൈസ് സ്റ്റിൽ ഉണ്ട്. ഇത് 30,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ടോപ്പ് വേരിയന്റ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 14,900 ആസ്കിങ്, നെഗോഷ്യബിൾ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം ഹിസ്റ്ററി, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര ഫിനാൻസ് ചെയ്തെടുക്കാം? ഇതില് നമുക്ക് നല്ല ട്രാക്കുള്ള ആളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫിനാൻസും ചെയ്തു കൊടുക്കാൻ പറ്റും. വണ്ടിക്ക് വാല്യുവേഷൻ ഉണ്ട്. വണ്ടിക്ക് 18 ലക്ഷം രൂപ IDV ഉള്ള വണ്ടിയാണ്. നല്ല ട്രാക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒന്നും ഇല്ലാതെ ഫുൾ ലോണിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാരുതി സുസുക്കിയുടെ ബലേനോയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2018 മോഡല് ആൽഫ ടോപ്പ് വേരിയന്റ് ആണ്. ഇത് CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഇപ്പൊ ഇറങ്ങുന്ന ബലേനോ AMT ആണ് വരുന്നത്. ഇത് CVT ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം ഈ ഒരു ഗിയർ ബോക്സിന് എൻക്വയറി ഉണ്ട്. ഇത് 75,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. വണ്ടിയുടെ പ്രൈസിംഗ് നമ്മൾ ചോദിക്കുന്നത് 660 ആണ്. നെഗോഷ്യബിൾ ആണ്. ഇതിലും നമുക്കൊരു 6 ലാഖ് ഒക്കെ എന്തായാലും ഈസി ആയിട്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ 660 എന്ന് പറയുമ്പോൾ ഒരു 60,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റും. അതെ അതെ. ഓക്കെ, നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ക്രെറ്റ തന്നെയാണ്. പഴയ ഷേപ്പ്. അതെ അതെ, ഫസ്റ്റ് എഡിഷൻ ഫസ്റ്റ് ഷേപ്പ് ക്രെറ്റ ആണ്. ഇത് 2017 മോഡല് SX ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇതും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രൈസിങ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 890 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഇതിലും അത്യാവശ്യം ഒരു 90% ഒക്കെ നമുക്ക് ഫിനാൻസ് ഈസി ആയിട്ട് കയറും. അതെ അതെ അതെ. നല്ല അടിപൊളിയായിട്ടുള്ള ഇന്റീരിയർ ഒക്കെ ഉണ്ട്. ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുമോ? ലോക്ക് ആയിരിക്കും. ഓക്കെ, ലോക്കല്ല. നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിന്റെ ഈ ഒരു സീറ്റ് കവറൊക്കെ. അതായത് പ്രത്യേക ഒരു റെഡ് വൈൻ്റെ ഒക്കെ കളർ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഓട്ടോമാറ്റിക് ഒക്കെ ഒരു SUV ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ XUV 500 ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് മഹീന്ദ്ര XUV 500 ഫസ്റ്റ് ടൈപ്പ് 1 ആണ് വണ്ടി. 2013 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. KL7 വണ്ടി. ആകെ 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇത് W8 അന്നത്തെ ടോപ്പ് വേരിയന്റ് ആണ്. W10 വരുന്നത് ടൈപ്പ് 2 തുടങ്ങിയിട്ടാണ് വന്നു തുടങ്ങുന്നത്. അപ്പോൾ വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന്റെ പ്രൈസിങ് ആസ്കിംഗ് പ്രൈസ് 690 ആണ്. ഈ വണ്ടി 5 രൂപ 5.25 രൂപ ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ സർവീസ് ആണ്. ഇത് 67,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. എന്തെങ്കിലും നെഗോഷിയബിൾ ഒക്കെ ചെയ്യാം. വണ്ടി നല്ല എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഡിമാൻഡ് ഉള്ള വണ്ടികളിൽ ഒന്നാണ് മഹീന്ദ്രയുടെ XUV. മഹീന്ദ്രയുടെ എല്ലാ വണ്ടിയും കേട്ടോ, എല്ലാ വണ്ടിക്കും. പക്ഷെ എനിക്കൊന്നും പുതിയത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് കുറച്ച് അത് പ്ലാറ്റ്ഫോം വ്യത്യാസം വന്നിട്ടുണ്ട് പുതിയ വണ്ടികൾക്ക്. പക്ഷെ പുതിയ 700 ആണ് വന്നിരിക്കുന്നത്. അത് ടോട്ടലി ഒരു ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിൽ ഇറക്കിയിരിക്കുന്നുണ്ട്. എന്റെ പെയിന്റിംഗ് ഉൾപ്പെടെ വ്യത്യാസമുണ്ട്. ഫീച്ചേഴ്സ് ഓറിയന്റഡ് ആയിട്ട് വന്നൊരു വണ്ടിയാണ് ഇത്. ഇത്തിരി മഹീന്ദ്രയുടെ എപ്പോഴും നല്ല സ്ട്രെങ്ത് ആയിരിക്കും. സ്ട്രെങ്ത് ആണ് അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള സംഗതി. അതെ, ഇടിക്കുട്ടനാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്കോഡ റാപ്പിഡ് ആണ്, സ്റ്റൈൽ പ്ലസ്. ഇത് 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടിയാണ്. 7 സ്പീഡ് DSG ഗിയർ ബോക്സ്, 1.5 TDI എഞ്ചിൻ. അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു എഞ്ചിനാണ്. ഇതിന്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 7.5 ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ, 70,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. സ്റ്റൈൽ പ്ലസ് 2017. സ്റ്റൈൽ പ്ലസ് ആകുമ്പോൾ ഇതിന് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് DRL എല്ലാം വരുന്നൊരു വേരിയന്റ് ആണ്. ഇത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കർണാടകയിലുള്ളവരൊക്കെ കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളവർക്കാണ് കുറച്ചും കൂടി പ്രിഫറബിൾ. ഇവിടെ
നാട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മളെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചൊക്കെ വരണം. അതിപ്പോൾ ആർക്കാൻ സെയിൽ വന്നിരിക്കുന്ന വണ്ടിയാണ് ഇത്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുള്ളി ബാംഗ്ലൂർ എടുത്തതാണ്. അപ്പോൾ വേറെ വണ്ടി ഇപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വീട്ടിൽ കിടക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമുക്ക് പാർക്കാൻ സെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് തനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കച്ചവടക്കാർക്കും ഇഷ്ടമാണ്. ഈസി സെല്ലിംഗ് ആണ്. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ്. മാരുതി സ്വിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഫസ്റ്റ് ഒരു റെഗുലർ കസ്റ്റമർ വരുന്നത്. ഫസ്റ്റ് സ്വിഫ്റ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് 2013 മോഡൽ 80,000 ഓടിയ സെക്കൻഡ് ഓണർ VXI പെട്രോൾ ആണ് വണ്ടി. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ചെറിയൊരു സ്കേർട്ടിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്, അലോയ് ഇട്ടിട്ടില്ലെന്നുള്ളൂ. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 3.5 ലക്ഷം രൂപയാണ്. 3.5 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. ഇതിന് ഒരു 3 രൂപയ്ക്ക് ഈസി ആയിട്ട് ലോണും നമുക്ക് ഇട്ട് കൊടുക്കാം. ഫുൾ ലോണൊക്കെ ടാസ്കിന്റെ അല്ല, അത് അത്രയും നല്ലൊരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യുവേഷൻ കുട്ടിയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ അത്രയും പറയുന്നില്ല, നമ്മൾ വെറുതെ ഫുൾ ഓൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. അതെ അതെ, അപ്പോൾ നമ്മളൊരു 80% ഫസ്റ്റ് പറയുന്നത്. പക്ഷെ അതല്ല, നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുകളിലൊക്കെ ചെയ്ത് കൊടുക്കും. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് വോക്സ്വാഗന്റെ വെന്റോയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2017 മോഡൽ ഹൈലൈൻ 1.2 ടർബോ 7 സ്പീഡ് DSG ആണ്. സെയിം പോളോഡ ആ കാറ്റഗറിയിൽ തന്നെ വരുന്നൊരു വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് 2017 മോഡൽ 70,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഇതിന്റെ വില ചോദിക്കുന്നത് 690 ആണ്, നെഗോഷ്യബിൾ ആണ്. ഇത് പെർഫോമൻസിൽ വണ്ടി കില്ലാടിയാണ്, പിന്നെ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നവർക്ക് അറിയാം. പിന്നെ കമ്പാരിറ്റീവ്ലി മൈലേജ് അത്ര സെറ്റപ്പ് ആയിട്ട് ഉണ്ടാവില്ല, കുറവായിരിക്കും. പിന്നെ പക്ഷെ അവിടെ നമുക്ക് മെയിൻ്റനൻസിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഡീസൽ വണ്ടി 1.5 TDI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ്റനൻസ്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, പൊതുവേ പറഞ്ഞു കേട്ടേക്കുന്നതാണെന്ന് ഡീസൽ വണ്ടികൾക്ക് വലിയ എന്താ പറയാ മെയിൻ്റനൻസ് കൂടുതൽ, പെട്രോൾ വണ്ടികൾക്ക് മെയിൻ്റനൻസ് കുറവാണെന്നുള്ളത്? തീർച്ചയായിട്ടും അത് 100% അങ്ങനെ തന്നെയാണ്. ഡീസൽ വണ്ടി എന്ന് പറയുമ്പോൾ അതനുസരിച്ചിട്ട് ഉപയോഗമുള്ളവർക്കാണ് അതുകൊണ്ട് കാര്യമുള്ളൂ. ഡെയിലി നല്ലൊരു കിലോമീറ്റർ ഓടുന്ന ആളുകളാണെങ്കിൽ ഡീസൽ വണ്ടി കുഴപ്പമില്ല, നമുക്ക് മൈലേജ് കിട്ടി. പിന്നെ ഫ്യൂവൽ പ്രൈസിങ്ങിലുള്ള വ്യത്യാസത്തിലൊക്കെ നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്ത് പോകും. ഉപയോഗം വല്ലപ്പോഴൊക്കെ എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പെട്രോളാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത്. പെട്രോൾ ആകുമ്പോൾ അവിടെ കിടന്നാലും പണി വരില്ല, കുറവായിരിക്കും. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹ്യുണ്ടായിയുടെ i10 ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഇത് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ ഓടിയ ഗ്രാൻഡ് ഐട്ടൺ മാഗ്ന എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 455 ആണ്, നെഗോഷ്യബിൾ ആണ്. എങ്ങനെ ഇത് ഫുൾ ഓണിൽ കയറിപ്പോയിക്കോളും? ഫുൾ ഓൺ നല്ല ട്രാക്ക് ആണെങ്കിൽ ഫുൾ ഓൺ നമുക്ക് കിട്ടും. 2019 വണ്ടിയല്ലേ, മാക്സിമം ഫണ്ടിങ് നമുക്ക് ഇതിൽ കിട്ടും. ഗൈസ്, നമ്മൾ അടുത്തത് പരിചയപ്പെടുത്തുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 42,000 കിലോമീറ്റർ ഓടിയ VXI AMT ആണ് വണ്ടി. അത് മാത്രമല്ല ഇത് CNG എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു യൂബറൊക്കെ ഓടുന്നവർക്ക് കുറച്ചുകൂടി ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അതെ അതെ അതെ. ഈ CNG ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ഏകദേശം എത്ര മൈലേജ് കിട്ടും? 23-24 ആവറേജ് എന്തായാലും കിട്ടും മൈലേജ് കിട്ടും. പിന്നെ മാത്രമല്ല ഇതിനിപ്പോ നോർമലി CNG അല്ലാത്ത വണ്ടിക്ക് തന്നെ സ്വിഫ്റ്റ് AMTക്ക് മൈലേജ് ഉണ്ട്. ഈ ന്യൂ ഷേപ്പ് സ്വിഫ്റ്റിന് മൈലേജ് വരും. നോർമലി ഒരു 16-17 ഒക്കെ, 17 ഒന്നും നോക്കണ്ട, എന്നാലും ഒരു ആവറേജ് ഒരു 15-16 15-16 എന്തായാലും ഒരു മൈലേജ് കിട്ടും. ഇത് എത്രയാണ് റേറ്റ് പറഞ്ഞത്? ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് 6.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. ഇതിലും ഒരു 6 lakh above ഒക്കെ ഫണ്ടിങ് കയറും, ഫിനാൻസ് കയറും. അപ്പൊ ഒരു 50,000 ഒക്കെ അടച്ചു കഴിഞ്ഞാല് 50,000 ഒക്കെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഇറങ്ങും. അതെ അതെ അതെ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടൊയോട്ട ഫോർച്യൂണർ ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2010 മോഡൽ ടൈപ്പ് 1 ഫോർച്യൂണർ ആണ്. ഫുൾ ടൈം 4x4 ഒറ്റ വേരിയന്റ് ഇറങ്ങിയിട്ടുള്ളൂ. 2009 തുടങ്ങി 12 തുടക്കം വരെ ഇറങ്ങിയിരിക്കുന്ന വേരിയന്റ് ആണ്. ഇത് ഒറിജിനൽ കേരളയാണ്, സിംഗിൾ ഓണർ, 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രൈസിംഗ് വരുന്നത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. ഇതിന്റെ ഒരു പ്രൈസിംഗ് ആസ്കിംഗ് വരുന്നത് 9 ലക്ഷം രൂപയാണ്. ഇതിന്റെ ടെസ്റ്റ് വരും, ടെസ്റ്റ് ഈ വർഷം ഉണ്ട്, എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ ആ സമയത്ത് ടെസ്റ്റ് വരും. ആ ടെസ്റ്റിന്റെ പൈസയൊക്കെ നമുക്കത് കുറച്ച് കൊടുക്കാം തീർച്ചയായും. ടെസ്റ്റ് ചെയ്യാനും പിന്നെ ടാക്സ് കിട്ടാനുള്ള പൈസയൊക്കെ നമുക്ക് ഇതിലെങ്ങനെയാണ് നമുക്ക് ഫിനാൻസ് ഒക്കെ കിട്ടും. ലോക്കൽ ഫിനാൻസ് ആയിരിക്കും. അതൊക്കെ ഫിനാൻസ് എടുക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും ഭയങ്കര കൂടുതലായിരിക്കും ലോക്കൽ ഫിനാൻസ് ഒക്കെ ചെയ്യുമ്പോൾ. ഇതൊക്കെ ഫിനാൻസ് ഇല്ലാതെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെ 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 അതെ.
അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സെലേറിയോ ആണ്. എങ്ങനെയാണ് ഇത് 2016 മോഡൽ VXI ഓട്ടോമാറ്റിക് ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് 50,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. അത്യാവശ്യം ഡിമാൻഡുള്ളൊരു വണ്ടിയാണ് സെലേറിയോ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്ത് വരുന്നവർക്ക്. മൈലേജ് ഓറിയന്റഡ് ആണ്, MT ഗിയർ ബോക്സ് വരുന്നതുകൊണ്ട്. ഇതിന്റെ വില നമ്മൾ ചോദിക്കുന്നത് 4,30,000 ആണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ഇതിനും ഒരു 3.5 മുകളിലൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് വണ്ടി. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് i20 ആണ്. പഴയ ഷേപ്പ് i20 ഇല്ലേ, അതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇതിന്റെ ഡീറ്റെയിൽ സെക്കൻഡ് ഓണർ ആണ് വണ്ടി. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ് വണ്ടി. മോഡൽ ഏതാണ്? 2009 മോഡൽ. 2009 മോഡൽ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ഇത് ചില ആളുകൾ എങ്ങനെയാണ് പെട്രോൾ വണ്ടി എടുത്തിട്ട് യൂസിങ് ഉണ്ടാവില്ല, ആവശ്യത്തിന് എവിടെയെങ്കിലും ഒക്കെ. എന്നാൽ ആവശ്യത്തിന് പോലും ഉപയോഗിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പെട്രോൾ ആണല്ലോ. അതെ. അത് വണ്ടി ഭയങ്കര കണ്ടീഷൻ വണ്ടി കേട്ടോ. ഇന്റീരിയർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം. വണ്ടിയുടെ ബോഡി ക്വാളിറ്റിയും വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് ഒരു അത്ര ഓടിയിട്ടുള്ളൂ. എത്ര ഇത് ചോദിക്കുന്ന പ്രൈസിങ് ചോദിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണോ? എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കാം. ലോണൊന്നും കിട്ടില്ല, റെഡി ക്യാഷ് കൊടുത്ത് ലോൺ കിട്ടില്ല. അടുത്തത് ഈ ഷേപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഷേപ്പാണ് ഇത്. i20 തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇതിന്റെ? ഇത് 2015 മോഡല്, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആസ്ത ടോപ്പ് വേരിയന്റ് ഡീസൽ ആണ്. ഈ ഡീസൽ വണ്ടിക്ക് എപ്പോഴും ഭയങ്കര കിലോമീറ്റർ കൂടുതലായിരിക്കും. ഉപയോഗിക്കുന്നവര് ഓടാൻ വേണ്ടിയിട്ടാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. മൈലേജ് ഓറിയന്റഡ് ആണ്, പിന്നെ കുറച്ചുകൂടി പവർഫുൾ ആണ് വണ്ടി ഡീസൽ എഞ്ചിൻ വരുമ്പോൾ. ഇതിന്റെ പ്രൈസിങ് ആസ്കിങ് നമ്മൾ ചോദിക്കുന്നത് 490, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. 490 ആണ് ആസ്കിങ്. ഇതും ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 4 lakh ഒക്കെ ഈസി ആയിട്ട് ലോൺ ചെയ്യാൻ പറ്റും. അതെ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. എങ്ങനെയാണ് ഇത് 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന 70,000 കിലോമീറ്റർ ഓടിയ മാഗ്ന ഓപ്ഷണൽ ആണ്. സിംഗിൾ എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 240 ആണ്. 16 മോഡൽ 70 ഓടിയിരിക്കുന്നത്. ഇതിലൊക്കെ ഒരു 2 lakh പ്ലസ് ഒക്കെ എന്തായാലും ഫിനാൻസും കിട്ടും. എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? 240. അപ്പൊ ഒരു 40,000 അടച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ 2 ലക്ഷം ഒക്കെ എന്തായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2016 മോഡലുണ്ട്. അതുപോലെ തന്നെ ഇയോൺ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലി അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു കച്ചവടമുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഇത്രയും ചെറിയ ഡൗൺ പേയ്മെന്റിൽ എടുക്കാം. ഒരു നമ്മൾക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ബൈക്ക് എടുക്കാൻ, അല്ലെങ്കിൽ സ്കൂട്ടർ എടുക്കുന്ന പ്രൈസിന് ഡൗൺ പേയ്മെന്റ് അടച്ച് ഒരു 5 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാർ മേടിക്കാം. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇഗ്നീസ് ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2020 മോഡലാണ്. സെക്കൻഡ് ഓണർ, 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 4,90,000 രൂപയാണ് അത് ചോദിക്കുന്നത്. സീറോ ക്ലെയിമാണ്, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇഗ്നീസിനെ പറ്റിയിട്ട് 2 വാക്ക് പറയാം. ഈ ഒരു ഷേപ്പ്, എനിക്ക് ഈ ഒരു ഫ്രണ്ട് ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇഗ്നീസിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് എന്നല്ല ആവശ്യക്കാരുണ്ട്. കാരണം നല്ല മൈലേജ് ഓറിയന്റഡ് ആണ്. അത് മാത്രമല്ല ഇത് ഉപയോഗിച്ചവർക്ക്, ഓടിച്ചവർക്ക് അറിയാൻ പറ്റും. ഓടിക്കാൻ അടിപൊളിയാണ് ശരിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോം ഫസ്റ്റ്, അതായത് ജിംനിയിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ഇന്റീരിയർ പ്ലാറ്റ്ഫോമും വണ്ടിയുടെ ഒരു സംഗതി വന്നത് ഇഗ്നിസിലാണ്. ജിപ്സിയും ഇഗ്നിസും കൂടി ചേർന്നതാണ് ജിംനി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാരുതിയുടെ അത്യാവശ്യം നല്ലൊരു വണ്ടി. പക്ഷെ പ്രൈസിങ് കൂടുതലായിരിക്കും. ചെറിയ വണ്ടിയാണെങ്കിലും വണ്ടിയുടെ പ്രൈസിങ് കൂടുതലായിരിക്കും വരുന്നത് എന്തായാലും. അപ്പോൾ ഇതിന്റെ നമ്മൾ ചോദിക്കുന്നത് 490. ഓക്കെ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിസാൻ മൈക്രയാണ്. എങ്ങനെയാണ് ഇത് 2011 മോഡൽ ഡീസലാണ് വണ്ടി. ഭയങ്കര മൈലേജ് ആണ്. മെയിനായിട്ട് ഒരു 20+ ഒക്കെ ഗ്യാരണ്ടീഡ് മൈലേജ് ആണ്. പിന്നെ ഈ വണ്ടീനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് സ്വിഫ്റ്റ് ആയിട്ടല്ല, പോളോ ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. കാരണം അത് ഭയങ്കര സേഫ്റ്റി ഫീച്ചറാണ്. വണ്ടി ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. മൈലേജും അതുപോലെ കിട്ടും. പിന്നെ മെയിൻ്റനൻസ് ആണ് മെയിൻലി വരുന്നത്. മെയിൻ്റനൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ കാർസിനെല്ലാം ഫ്യൂൽ ഇഞ്ചക്ടർ, ഡീസൽ പമ്പ്, അത് നമ്മുടെ അടുത്ത ഫ്യൂവലിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ റിസർവിലിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. അപ്പോൾ ഈ ഇഞ്ചക്ടറൊക്കെ ഒരു പരിധി വരെ
പോവാതിരിക്കും. ഇതെങ്ങനെ? ഇത് 2011 മോഡൽ 1,16,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 2,20,000 ആസ്കിങ്, നെഗോഷ്യബിൾ ആണ്. ഇത് നമുക്ക് എങ്ങനെ ഫിനാൻസ് ഫിനാൻസ് ഒക്കെ കിട്ടും. ഫിനാൻസ് ഒരു 1,00,130 ഒരു 150 വരെയൊക്കെ ഫിനാൻസ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോയാണ്. ഇത് സിംഗിൾ ഓണർ 2021 മോഡല് VXI ഓപ്ഷണൽ ആണ് വണ്ടി. 30,000 കിലോമീറ്റർ ആകെ ഓടിയിരിക്കുന്നത്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ പ്രൈസിങ് 4,45,000 ആസ്കിങ് വരുന്നത്. എനിക്ക് ഈ വണ്ടി കാണുമ്പോൾ ആക്ച്വലി തീപ്പെട്ടി അങ്ങനെ പറയും. പക്ഷെ ഇതിനും ആൾക്കാരുണ്ട്. ഇതും ചില കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സിന് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതെ, ചിലർക്ക് പല പെർസ്പെക്റ്റീവില് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഏത് വണ്ടിക്കും ആവശ്യക്കാരുണ്ട്. സത്യം. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പഴയ മോഡല് ഫസ്റ്റ് എഡിഷൻ വാഗനർ ആണ്. ഇത് 2000 മോഡല് വാഗനർ ഇറങ്ങിയ സമയത്തുള്ള വണ്ടിയാണ്. 2000 മോഡല്. കിലോമീറ്റർ ജെന്യൂനിറ്റി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. 45,000 രൂപ ആണ് ഇത് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അതുകൊണ്ട് ഇതിന്റെ കിലോമീറ്റർ ജെന്യൂനിറ്റി ഒന്നും ഫ്രണ്ട്ലി ആയിട്ട് വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ വണ്ടി. ഫിനാൻസ് ഒന്നും കിട്ടൂല. 45,000 രൂപ റെഡി ക്യാഷ് കൊണ്ടുവന്ന് എടുത്തോണ്ട് പോകാം. 45,000 അതൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കും. അപ്പൊ ഇനിയും കുറയൂട്ടാ ഗൈസ്. അതെന്നാലും ഓടിച്ചു പഠിക്കാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ബൈക്ക് എടുക്കുന്ന, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് എടുക്കുന്ന സമയത്ത് ഒരു കാർ എടുക്കാം. അതെ, ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോകാം. പവർ സ്റ്റിയറിംഗ് ഇല്ല, AC ഉണ്ടാവും. അതൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട്. പവർ സ്റ്റിയറിംഗ് ഒന്നും 40 രൂപ എടുക്കുന്ന വണ്ടിക്ക് എന്തിനാ പവർ സ്റ്റിയറിംഗ് ആണ്? പിന്നെ വീണ്ടും അത്രയും കോസ്റ്റ് വരില്ല. അതിന്റെ ആവശ്യമില്ല. പിന്നെ ആൾക്കാർ ചെയ്താലും. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോളോയാണ്. ഇതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല, ബിക്കോസ് ഇത് 2013 മോഡൽ 1.2 TDI പോളോയാണ്. 3 സിലിണ്ടർ വരുന്ന വണ്ടി. പോളോ ഫസ്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്ന ആ ഒരു സംഗതി. ഇത് നമ്മുടെ 1.5 പോലെ അത്ര പെർഫോമൻസ് അല്ല, പക്ഷെ മൈലേജ് ഓറിയന്റഡ് ആയിരിക്കും. കുറച്ചുകൂടി മൈലേജ് കിട്ടും. ഇത് ഇപ്പോൾ മേജർ സർവീസ്, ഇപ്പോൾ 1,10,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത് മേജർ സർവീസ്, അതായത് ടൈം ബെൽറ്റ്, വാട്ടർ പമ്പ് ഉൾപ്പെടെ മാറിയിരിക്കുന്നതാണ്. ക്ലച്ച് ഉൾപ്പെടെ മാറിയിരിക്കുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഇതിന്റെ വില നമ്മൾ ചോദിക്കുന്നത് 385 ആണ്. 385 അല്ലേ? എങ്ങനെയാണ് നമുക്ക് ഫിനാൻസ്? ഇതിൽ ഫിനാൻസ് നമുക്ക് ഒരു 3 lakh ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ഓസ്കാർ കാസിൽ നമ്മൾ കാണിച്ച ഏതെങ്കിലുമൊക്കെ വണ്ടികളുടെ ഡീറ്റെയിൽസ് അറിയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്മുടെ ഓസ്കാർ കാസിന്റെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചറിയാം. ഫിനാൻസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോറൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും വണ്ടികൾ നിങ്ങൾക്ക് അടുത്തറിയാനും, അതുപോലെ തന്നെ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് വണ്ടി എടുക്കണമെന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. ബിക്കോസ് എല്ലാ ബ്രാൻഡിന്റെയും ഓരോ വണ്ടി വെച്ചിട്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.